നമ്മളെപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും വിധിയാണെന്ന് നമ്മൾ ചെറുപ്പത്തിൽ പല ആൾക്കാരും നിങ്ങൾ വീട്ടിലുള്ളവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. അവൻ്റെ വിധിയാണ്, അല്ല എൻ്റെ വിധിയാണ് എന്ന് പറയാറുണ്ട്. ആ വിധി എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനി എന്ന് പറയും. ഈ ഡെസ്റ്റിനി നിർണ്ണയിക്കുന്നത് എന്താണ്? ഡെസ്റ്റിനി നിർണ്ണയിക്കുന്നത് നമ്മുടെ ചിന്തകളാണെന്ന് പറയും. നമ്മൾ ജീവിതത്തിൽ വലിയ ലെവലിലേക്ക് വളരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചിന്തകളെ കറക്റ്റ് ചെയ്യണമെന്ന് പറയും. ചിന്തകളെ കറക്റ്റ് ചെയ്യണമെങ്കിൽ നല്ല ഇൻപുട്ട് കൊടുക്കണം. കാരണം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഒരു മെഷീൻ മാത്രമാണ്. അങ്ങോട്ട് റോ മെറ്റീരിയൽ എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ചുള്ള ഫിനിഷ് ഗുഡ്സേ വരുള്ളൂ. ഏത് ഫാക്ടറിയിലും റോ മെറ്റീരിയൽ ക്വാളിറ്റി മോശമാണെങ്കിൽ ഔട്ട്പുട്ട് മോശമായിരിക്കും. അതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്വാളിറ്റിയും അത്രയും കാണുള്ളൂ. നമ്മുടെ ശരീരത്തിലുള്ളതിൽ ഏറ്റവും വിലപ്പെട്ട ഒരു അവയവം എന്ന് പറയുന്നത് ബ്രെയിനിൽ ഏറ്റവും ക്വാളിറ്റി ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരാൾ ചെയ്യാമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല ഇത്രയും വിലപ്പെട്ട ഒരു സാധനം കൊണ്ടാണ് നമ്മൾ നടക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ വളരെ ഉത്തരവാദിത്വമില്ലാതെ എന്ന് പറയും നമ്മൾ പല ആൾക്കാരും ജീവിക്കുന്നത്. അതിന് എന്തൊക്കെയോ ഇങ്ങനെ കായലിൽ ഒഴുകി നടന്ന പായൽ പോലെ കൊടുക്കുന്നില്ല. നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി വരുന്ന ആദ്യം നമ്മുടെ ചിന്തകളെ കാരണം നമ്മുടെ വിധി തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളാണെന്ന് പറയും. ചിന്തകൾ ഉണ്ടാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്താണ്. അപ്പോൾ അതിനൊരു സൈക്കിളുണ്ട്. അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ ഹാബിറ്റായി മാറും എന്ന് പറയും. ഹാബിറ്റ് ബിഹേവിയറായി മാറും, ബിഹേവിയർ ക്യാരക്ടറായി മാറും, ക്യാരക്ടറാണ് നമ്മൾ ഡെസ്റ്റിനിയായി മാറുന്നതെന്ന് പറയും. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഹാബിറ്റായി മാറും. ആ ഹാബിറ്റുകൾ ബിഹേവിയറായിട്ട് മാറും, സ്വഭാവമായി മാറും. ആ സ്വഭാവം നാളെ ക്യാരക്ടറായി മാറും, ക്യാരക്ടർ ഡെസ്റ്റിനിയായി മാറും. ഇതാണ് ഇതിൻ്റെ സൈക്കിൾ. അപ്പം നമ്മുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധി എന്ന് പറയാറുള്ള സാധനം എവിടെയാണ് തുടക്കം? ചിന്തകളിലാണ്. നമ്മുടെ ചിന്തകൾ നമ്മൾ നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമ്മുടെ വിധി മാറ്റാം എന്നാണ് അതിൻ്റെ അർത്ഥം. ചിന്തകൾ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ചിന്തകൾ ഉണ്ടാകുന്നത് നമ്മൾ ബ്രെയിന് കൊടുക്കുന്ന ഫുഡിനനുസരിച്ചാണ്. ഫുഡിനനുസരിച്ചാണ് ബ്രെയിനിൽ ചിന്ത ഉണ്ടാകുന്നത്. ബ്രെയിനിന് കൊടുക്കുന്ന ഫുഡ് എന്താണ്? ബ്രെയിനിന് നല്ല ക്വാളിറ്റി ഫുഡ് കൊടുത്താൽ മാത്രം ക്വാളിറ്റി ചിന്ത ഉണ്ടാവുള്ളൂ. ക്വാളിറ്റി ചിന്തയാണ് ഫൈനലി നമുക്ക് ക്വാളിറ്റിയുള്ള നമുക്ക് വിധി അല്ലെങ്കിൽ ഡെസ്റ്റിനി ഉണ്ടാക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് നിയന്ത്രണമുള്ള ഭാഗം നമുക്ക് ചിന്തകൾ നല്ലതുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചിന്ത ഉണ്ടാക്കാനുള്ള നല്ല ചിലപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ വരും. എന്നും ഹാപ്പിയായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. നെഗറ്റീവ് സിറ്റുവേഷൻസ് വരും, അത് അക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല ആൾക്കാർക്കും പറ്റാറുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ തീരെ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മൾ അതിലെതിരെയൊക്കെ പോകും. അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മൾ ജീവിതത്തിൽ ചിലപ്പം ഒരു നിയന്ത്രണമില്ലാതെ ചില സമയത്ത് പോകുന്ന പോലെ തോന്നും. ടോട്ടലി അപ്സെറ്റായി പോകുന്ന സമയങ്ങൾ വരും. ചില സമയത്ത് വളരെ മോശം സിറ്റുവേഷൻ എന്ന് നമ്മൾ പറയുന്ന സിറ്റുവേഷൻസ് വരും. ആ മോശം സിറ്റുവേഷൻസും ഒക്കെ നമ്മൾ ഇതെല്ലാത്തിനും രണ്ടിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചില സമയത്ത് നല്ല സമയങ്ങൾ വരും, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അതിന് പലപ്പോഴും നമ്മൾ ക്രെഡിറ്റ് എടുക്കും. ഞാനത് ശരിയാക്കിയതാണെന്ന് പറയും. മോശം സിറ്റുവേഷൻ വരുമ്പോൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ ചെയ്യാറ്. അത് വരാതിരിക്കുക. രണ്ടും റിയാലിറ്റിയാണെന്ന് മനസ്സിലാക്കുക. ലൈഫിൽ ഇത് രണ്ടും റിയാലിറ്റിയാണ്. ഈ രണ്ട് റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുക. ചില സമയങ്ങളിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി സ്ട്രെസ് എടുക്കാതിരിക്കുക. ചില സിറ്റുവേഷനിൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. നമ്മൾ വല്ലതും ചെയ്താൽ തീർക്കാവുന്നൊരു പ്രശ്നമാണോ എന്ന് ചിന്തിക്കുക. നമ്മൾ ചെയ്താൽ തീരുന്നൊരു പ്രശ്നമാണെങ്കിൽ ചെയ്യുക, സിമ്പിളാണല്ലോ. നമ്മൾ ചെയ്താൽ തീരാത്തതാണെന്നുണ്ടെങ്കിൽ അത് വിടുക, അത് അക്സെപ്റ്റ് ചെയ്യുക.